രാത്രി ഞാൻ എയർപോർട്ടിലെത്തി, കൊച്ചിൻ എയർപോർട്ടിൽ ബാങ്കോക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. 4 മണിയാകുമ്പോഴേക്കും ബാങ്കോക്കിൽ എത്തും. DMK എയർപോർട്ടിലേക്കാണ് ഞാൻ പോകുന്നത്. അങ്ങനെ രാത്രി 4 മണി അല്ലെങ്കിൽ രാവിലെ 4 മണിക്ക് DMK എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്തെത്തി. അവിടെ നിന്ന് ഞാൻ ബാങ്ക്പ എന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഒരു ബസ് കാത്ത് നിൽക്കുകയാണ്. ഞാനിപ്പോൾ B2 എന്നൊരു ഹോട്ടലെത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ വന്ന് കയറിയേ ഉള്ളൂ. കാരണം ഞാൻ ഒരു ബസ്സിൽ വരാൻ നോക്കി. ബസ്സിൽ 2 ബസ് മാറി കയറി കുറച്ച് പൈസ ലാഭിക്കാൻ നോക്കിയാൽ കുറേ പൈസ പോയി കിട്ടി. പിന്നെ അവിടെ നിന്ന് ടാക്സി കുറേ ദൂരെ പോയിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഒരു ടാക്സിക്ക് തന്നെ ഒരു 268 ബാത്ത് കൊടുത്തു. അതിലേക്കാണെങ്കിൽ അത്രയും കൊടുക്കണ്ടായിരുന്നു. എനിവേ ഇപ്പോൾ ഹോട്ടലെത്തി. തൊട്ടടുത്ത് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. കുറച്ച് ഷേവിങ് സെറ്റൊക്കെ വാങ്ങിക്കണം. കാരണം നമ്മൾ ഷേവിങ് സെറ്റ് ഇല്ലാണ്ടായിരിക്കുമല്ലോ പോരുക. കാരണം അത് പ്ലെയിനിൽ കയറാൻ സമ്മതിക്കില്ലല്ലോ. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് വേണം ഈ ഹോട്ടലിലേക്ക് കയറാൻ. അപ്പോൾ ഞാൻ ഇതൊന്ന് കയറാൻ പോകണം ഹോട്ടലിലേക്ക്. ഇതുവരെ സ്ഥിര എയർപോർട്ടാണ്. എവിടെ പോയാലും നമ്മൾ ആദ്യം തന്നെ പോയി ഷേവിങ് സെറ്റ് വാങ്ങിക്കുക. അതിപ്പോൾ ഗൾഫിൽ പോയാലും തായ്ലൻഡിൽ പോയാലും ഏത് രാജ്യത്ത് പോയാലും നമുക്കിത് പ്ലെയിനിൽ കയറ്റാൻ പറ്റാത്ത കാരണം ഷേവിങ് സെറ്റ് വാങ്ങിക്കാൻ പോവുകയാണ്. ഇത് 7-Eleven സൂപ്പർ മാർക്കറ്റാണ്. തായ്ലൻഡ് മുഴുവനും ഉള്ള സൂപ്പർ മാർക്കറ്റുകളാണ് 7-Eleven എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒരുമാതിരി എല്ലാം ചീപ്പായിട്ടുള്ള സാധനങ്ങൾ. ചീപ്പ് എന്ന് വെച്ചാൽ ക്വാളിറ്റിയിൽ നല്ലതായിരിക്കാം, പക്ഷേ കുറച്ച് ചീപ്പായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഇത് ഞാൻ താമസിച്ച സ്ഥലമാണ്, ഹോട്ടലാണ് B2 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹോട്ടൽ ഗ്രൂപ്പും തായ്ലൻഡിൽ എല്ലായിടത്തും ഉണ്ട്, കണ്ടമാനമുണ്ട്. അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ടുള്ള റൂംസാണ് ഇവരുടെ. ഞാനിപ്പോൾ അഗോഡയിൽ ബുക്ക് ചെയ്തേക്കണതാണ്. സാധാരണ ബുക്കിംഗ് .com'ാണ് ബുക്ക് ചെയ്യാറ്. പക്ഷേ ഇപ്രാവശ്യം അഗോഡയിൽ ബുക്ക് ചെയ്യാൻ തോന്നി, അങ്ങനെ ബുക്ക് ചെയ്തു. ഹോട്ടലിൽ കയറി ഞാൻ റൂമൊക്കെ എടുത്തു. എൻ്റെ മുറിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു പ്രത്യേകത, ഇവിടെ എല്ലായിടത്തും ഒരു ഗിത്താർ വെക്കുന്നുണ്ട്. ഈ കാണുന്നതൊക്കെ ഗിത്താറാണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഉടമസ്ഥൻ വല്ല ഗിത്താറിസ്റ്റ് ആയിരിക്കാം. എല്ലാ ഫ്ലോറിലും ഗിത്താർ ഇങ്ങനെ വയ്ക്കും. നമുക്ക് പോകുമ്പോൾ എടുത്തുകൊണ്ട് പോകാനൊന്നും പറ്റില്ല, പക്ഷേ കാണാനൊരു ഭംഗിയുണ്ടായി വയ്ക്കുമ്പോൾ. അങ്ങനെ ഞാൻ 5ാമത്തെ നിലയിലെത്തി. ഈ 5ാമത്തെ നിലയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് 5th ഫ്ലോറാണ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ 512 എന്ന ആ ഒരു റൂമിലേക്ക് ഞാൻ പോവുകയാണ്. റൂം അത്യാവശ്യം നല്ല റൂം തന്നെയാണ്. അത്യാവശ്യം നല്ല റൂമേ എടുക്കാറുള്ളൂ. പിന്നെ ഞാൻ ബാങ്ക്പയിലെ ഏറ്റവും വലിയ മെഗാ ബാങ്ന എന്ന ഒരു ഷോപ്പിംഗ് മോളുണ്ട്. അത് തായ്ലൻഡിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മോളാണ്. 10,000 കാർ അവിടെ പാർക്ക് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇത് ശരിക്കും ബാങ്കോക്കിനും സുവർണഭൂമി എയർപോർട്ടിന് ഇടയ്ക്കുള്ള ഒരു വലിയ ഷോപ്പിംഗ് മോളാണ്. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. പിന്നെ വലിയൊരു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ ഉണ്ട്. പിന്നെ ഐക്കിയയുടെ ഏറ്റവും വലിയൊരു സ്റ്റോർ ഈ ഒരു മെഗാ ബാങ്ന എന്ന മോളിലാണ്. അപ്പോൾ കുറച്ച് മെഗാ ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ ഓർത്താണ് ഞാൻ ആദ്യം തന്നെ ഇവിടെ എത്തിയത്. അങ്ങനെ ഈ ഒരു സൂപ്പർ മാർക്കറ്റല്ല മോൾ കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലാണ് ഞാൻ. പോകുന്ന വഴി നമുക്ക് ആസ്വദിച്ച് പോകാം. നല്ല വെയിലാണ്, നല്ല ചൂടാണ്. സെയിമസ് നമ്മുടെ കേരളത്തിലുള്ള അതേ ചൂടും വെയിലും ഒക്കെ തന്നെയാണ് ഇവിടെയും. രണ്ടും കോസ്റ്റൽ ഏരിയയാണ്. ഒരു വ്യത്യാസമില്ല ചൂടിനൊന്നും. ഇതൊരു അനിമൽ ഹോസ്പിറ്റലാണ് ഈ കാണുന്നത്. പോകുമ്പോഴേക്ക് അത് ഇടുന്നേ ഉള്ളൂ. അനിമൽ ഹോസ്പിറ്റൽ തന്നെ അവരെത്ര മനോഹരമായിട്ട് വച്ചിരിക്കുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതെടുത്തത്. പാർക്ക് ബാങ്ന എന്നുള്ള ഒരു ഏരിയ എത്തി. ഇവിടെ പാർക്കിംഗ് ആയിരിക്കും. 10,000 പാർക്കിംഗ് അല്ല, ഇത് ഒരു പേരാണ് ഇതിൻ്റെ. പക്ഷെ 10,000 വെഹിക്കിൾസ് പാർക്ക് ചെയ്യാൻ നമ്മുടെ ഈ മെഗാ ബാങ്ന എന്ന ആ ഒരു മോളിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ അധികം ലോക്കൽസാണ്. അവിടെ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടൂറിസ്റ്റുകളെ വരാറുണ്ട്, പക്ഷേ ടൂറിസ്റ്റുകൾ വളരെ വളരെ കുറവാണ്. എനിക്ക് തന്നെ ആദ്യം പേർക്ക് അറിയാവോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ അവിടുത്തെ റെസ്റ്റോറൻറ്റ് ഇഷ്ടം പോലെയുണ്ട്, ഫുഡ് കോർട്ട് ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ അവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിസ്റ്റുകൾ കാണാൻ പറ്റില്ല, ഒക്കെ ലോക്കൽസ് തന്നെയാണ്. ഞാൻ കണ്ടത് അങ്ങനെയാണ്. ചിലപ്പോൾ ഇന്നിപ്പോൾ ശനി ഞായർ അല്ലാത്ത കാരണമായിരിക്കാം ഒരു പക്ഷേ. എനിവേ ഒരു സാധാരണ ഒരു ദിവസം, ഒരു പ്രത്യേകത ഇല്ലാത്തൊരു ദിവസം തായ്ലൻഡിൽ പോയാൽ എന്തൊക്കെ കാണാമെന്നുള്ളത് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അവിടുത്തെ ബിൽഡിങ്സും എല്ലാം കുറച്ചും കൂടെ മനോഹരമായിട്ട് തോന്നുന്നുണ്ട് നമ്മുടെ ഇന്ത്യയിലെ സെറ്റപ്പിലേക്കാളും. പിന്നെ ഒരു പ്രത്യേകത രണ്ടിടത്തുള്ളത്, എല്ലാ സ്ഥലത്തും ഇലക്ട്രിക് ലൈൻ പോസ്റ്റുകൾ കൂടിയാണ് പോകുന്നത്. അതെന്തായാലും അണ്ടർഗ്രൗണ്ടിൽ പോകാൻ ഇപ്പോഴും അവർക്ക് പറ്റിയിട്ടില്ല. അവർ ചിലപ്പോൾ അവർ ചെയ്യുമായിരിക്കാം, ടൗൺ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്യുമായിരിക്കും. ഇന്ത്യയിൽ ഇപ്പോൾ നടപ്പായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ മനോഹരമാവും ഇന്ത്യയും തായ്ലൻഡും ഒക്കെ. ഇപ്രാവശ്യവും തായ്ലൻഡിലേക്ക് അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എനിക്കാണ് ഗൾഫ് യുദ്ധം തുടങ്ങിയിട്ടുണ്ടല്ലോ. ഇറാനിലേക്ക് അമേരിക്കയും ഇസ്രായേലും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ
ഇന്നൊരു 500 ഫ്ലൈറ്റ് ക്യാൻസലായി എന്ന് പറഞ്ഞു കേട്ടു. എന്തായാലും ഞാൻ പോകുന്ന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ തായ്ലൻഡിലേക്കൊന്നും യുദ്ധത്തിൻ്റെ ഒരു പ്രശ്നമില്ലാത്ത കാരണം സമാധാനമായിട്ട് പോകാം. ഇനിയിപ്പോൾ ഒരു ഏപ്രിലൊക്കെ ഞാൻ ഇപ്പോൾ ഒരു ഫെസ്റ്റിവൽ ആരംഭിക്കുക ഇവിടെ. അപ്പോൾ ഇങ്ങോട്ടേക്കുള്ള യാത്ര എക്സ്പെൻസീവ് ആയിരിക്കും, നല്ല തിരക്കുമായിരിക്കും. അവിടുത്തെ മെട്രോ ട്രെയിനാണ് ഈ കാണുന്നത്, സ്കൈ ട്രെയിൻ എന്ന് പറയും. അത് നമ്മുടെ നാട്ടിൽ പോലെ തന്നെ കുറച്ചുകൂടെ ഹൈറ്റിലാണ് പണിതേക്കണം. ഇവിടുത്തെ പില്ലറെല്ലാം കുറച്ചുകൂടെ ഹൈറ്റിലിട്ട് വന്നിട്ടുണ്ട്. ആ ഹൈറ്റ് കൂടെ ഒരു കാരണം വെച്ചാൽ അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു പാലങ്ങൾ അങ്ങോട്ടും നിർമ്മിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും നമ്മളിവിടെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാൻ പാലങ്ങളൊന്നുമില്ല. ഇവിടെ അങ്ങനെ പാലങ്ങളൊക്കെ ഉണ്ട്, ഞാൻ കണ്ടു. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കുറച്ച് ഹൈറ്റ് കൂടുതലാണ് ഇവിടെ. അവിടെ ഞാൻ കയറിയപ്പോൾ തന്നെ നമ്മളൊരു മാർക്കറ്റിലേക്ക് കയറി. അടിയിൽ തന്നെ ഒരു മാർക്കറ്റ് ഉണ്ട്. ആ മാർക്കറ്റിലുള്ള കാഴ്ചയൊക്കെ കാണണേ. അവിടുത്തെ മീനൊക്കെ അടുക്കി വെച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ്. മീന്, ഉള്ളി, ഒരു പ്രത്യേക രീതി തന്നെ അവിടെ അടുക്കി വെച്ചേക്കുന്നത്. പിന്നെ അവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയാണ്. ഞാൻ സാധാരണ പോകുമ്പോൾ എടുക്കാറിലാണ്. എല്ലാ മോളിലും എല്ലാ സ്ഥലത്തും ഒരു മാർക്കറ്റ് അവർക്കുണ്ടാവും ഏറ്റവും അടിയിലായിട്ട്. അവിടെ വെറൈറ്റി ഫുഡ്, തായ്ലൻഡ് ഫുഡ് എന്ന് വെച്ചാൽ ഫേമസ് ആണ്, നമുക്കറിയാം. എനിക്ക് ഇപ്രാവശ്യവും അവിടെ പോയപ്പോൾ ഒരു പ്രശ്നം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ റെഡ് ചില്ലീസ് ഉണ്ട്. റെഡ് ചില്ലി നമ്മൾ കഴിക്കാൻ സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് വയറിന് പ്രശ്നം വരും. വേറൊന്നുമല്ല, വെറുതെ ഒരു വേദന, വേറെ കാര്യമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ടെന്താ ഒരു ദിവസം എൻ്റെ പോയി കിട്ടിയെന്നേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല, നല്ലൊരു വേദന എടുക്കും, അത്രേ ഉള്ളൂ. ആ ചില്ലി പ്രശ്നമുണ്ടെന്നാണ് കേട്ടത്. പ്രത്യേകിച്ച് ഇന്ത്യക്കാരെ കഴിക്കാൻ സൂക്ഷിച്ച് വേണം. അപ്പോൾ അത് എനിക്ക് പറ്റിപ്പോയാറ് ഞാൻ ഒരു ഇൻഫർമേഷൻ തരുന്നു മാത്രം. ഈ ഒരു ഓറഞ്ച് തരത്തിലുള്ള ഈന്തപ്പഴം പോലത്തെ സാധനം ഉണ്ട്. അതിൻ്റെ പേരെനിക്കറിയില്ല, പക്ഷേ ഞാൻ കുറേ വാങ്ങിച്ച് കഴിച്ചു, നല്ല രസമായിരുന്നു. പിന്നെ ഇവിടുത്തെ ഗ്രേപ്സ്, വലിയ ഗ്രേപ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. ചൈനയിൽ നിന്ന് തന്നെ എന്നാണ് പറഞ്ഞത്. എനിവേ ആ ഒരു ഗ്രേപ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ നമുക്ക് അറിയാവുന്നതും അറിയപ്പെടാത്തതുമായ പല പലഹാരങ്ങളും ഇവിടെ ഉണ്ട്. ഒരു മെയിൻ ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ അത്രയും സ്പൈസി അല്ല ഇവരത്രയും നമ്മൾ കഴിക്കുന്ന അത്രയും സ്വീറ്റും കഴിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഹെൽത്ത് കൂടുതലാണ്. മീൻസ് അവർക്കാർക്കും വയറ് ചാടി ഞാൻ കണ്ടിട്ടില്ല. ഒരു 80 to 90% ആളുകൾക്കും ബോഡിയൊക്കെ നല്ല ഷേപ്പായിരിക്കും. നമുക്ക് ജസ്റ്റ് പുറത്ത് നമുക്ക് കാണാമല്ലോ. കുടവേറന്മാരെ കാണാൻ വളരെ കുറവാണ്, ഇല്ലെന്നല്ല, പക്ഷെ വളരെ കുറവായിരിക്കും. ഇത് ചൈനയിൽ നിന്ന് വരുന്ന ഒരു സെറാമിക് വളകളാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഈ പറഞ്ഞ മെഗാ ബാങ്കനയുടെ സെൻട്രൽ ഏരിയ ആണ്. അവിടെ ഇപ്പോൾ ഒരു ജുറാസിക് തീമാണുള്ളത്. ജുറാസിക് പാർക്കിൽ പോയുള്ള പോലത്തെ ഒരു രീതിയിലാണ് ഈ ഒരാഴ്ചയ്ക്ക് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ദിനോസേഴ്സിനെ കുറേ കാണാൻ പറ്റും. ധാരാളം ദിനോസർ ഇതിൻ്റെ ഉള്ളിലുണ്ട്. എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇങ്ങോട്ട് കയറാൻ ടിക്കറ്റൊക്കെ ഉണ്ട്. പിന്നെ ടിക്കറ്റ് ഉള്ളതെന്ന് തന്നെ ഞാൻ ഉള്ളിൽ കയറിയിട്ടില്ല. ടിം ഹോട്ടൽസ് എല്ലായിടത്തും ഉള്ള തന്നെ ഇവിടെയുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ലുലു മോളിലൊന്നും ടിം ഹോട്ടൽസ് ഉണ്ടോ എനിക്ക് ഡൗട്ടുണ്ട്. ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ടിം ഹോട്ടൽസ് എനിക്ക് തോന്നുന്നു പുറത്ത് മാത്രമേ തോന്നുന്നു. ഡൽഹിയിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ചിലപ്പോൾ എനിക്ക് അറിയാൻ പാടത്തായിരിക്കും. നമ്മൾ ആ ഡിനോസറിൻ്റെ സ്ഥലത്തെത്തി. ആ സ്ഥലത്ത് ഡിനോസറിൻ്റെ പുറത്തൊരു കൊച്ചിനെ ഇരുത്തിയിട്ട് ആ കൊച്ചു പോകാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മോളിൻ്റെ അട്രാക്ഷൻ എന്തായാലും സെൻട്രൽ പാർട്ട് തന്നെയായിരിക്കും. സെൻട്രൽ പാർട്ടിൽ അവർ അട്രാക്ഷൻ വേണ്ടി തന്നെയാണ് തീം മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഈ കൊച്ചിനെ അവിടെ ഇരുത്തി കൊച്ച് നല്ല കരച്ചിലാണ്. എൻ്റെ കൊച്ചിൻ്റെ അടുത്ത് എല്ലാവരും അവരുടെ പേരൻസ് ഒന്ന് മാറ്റുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാൻ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ബാങ്ക്പൂയിലേക്ക് ഞാൻ മെട്രോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് സനംചായ് എന്നൊരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് വേണം പോകാൻ. എനിക്കറിയാവുന്നൊരു ഏരിയ കാരണം സനംചായ് എനിക്ക് കോസൻ സ്ട്രീറ്റിൻ്റെ അടുത്താണ്. എനിക്കറിയാവുന്ന കുറച്ച് ഏരിയകളാണ് ഒക്കെ. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് ഞാൻ പിന്നെ ബാങ്ക്പൂയിലേക്ക് പോകുമായിരുന്നു. ആദ്യം ശരിക്കും ബാങ്ക്പൂയിൽ പോകാൻ എനിക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. കോസൻ സ്ട്രീറ്റിൽ താമസിക്കാമെന്ന് ഓർത്തത്. പക്ഷേ പിന്നെ നോക്കിയപ്പോഴേക്കും കുറച്ച് പ്രകൃതി രമണീയമായ അങ്ങോട്ടേക്ക് പോകാമെന്ന് വെച്ചു. ഞാനങ്ങനെ സനംചായിലെത്തി. സനംചായ് എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രാൻഡ് പാലസിൻ്റെ അടുത്താണ്. അതാണ് ആ ഒരു ഏരിയ ഇപ്പോൾ അങ്ങനെ കാണുന്നത്. അവിടെ നിന്ന് ഞാൻ ബാങ്ക്പൂയിലേക്ക് പോയി. ബാങ്ക്പൂരാണ് ഞാൻ നിൽക്കുന്നത്. ബാങ്ക്പൂ എന്നുള്ള പേര് നമ്മൾ പറയുമ്പോൾ ബാങ്ക്ഹോ എന്നൊക്കെ പറയേണ്ടി വരും. അതൊരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് കൂടിയാണ്. അവിടെ ധാരാളം ഇൻഡസ്ട്രിയൽ ഏരിയ ഉണ്ട്, കുറേ കമ്പനീസ് ഉണ്ട്. പലതരം വെറൈറ്റി ഓഫ് കെമിക്കൽസ് ഉണ്ടാക്കുന്ന, പിന്നെ സ്റ്റോറേജ് ടാങ്ക്സ് ഉണ്ടാക്കുന്ന, അങ്ങനെ പലതരം കമ്പനീസ് ഉള്ള ഒരു ഏരിയയാണ്. അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ ആലുവ എന്ന് പറഞ്ഞാൽ ആലുവ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയാണ്. അതേപോലെ തായ്ലൻഡ് ഇൻഡസ്ട്രിയൽ ഏരിയയാണ് ബാങ്ക്ഹോയുടെ പ്രത്യേകതകൾ ഇതുപോലെ ഒരു വിജയമായ അല്ലെങ്കിൽ അത്ര വിജയമല്ലാത്ത ഒരു വില്ലേജാണ്. വില്ലേജ് ഏരിയയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഞാനൊരു വില്ലേജ് ആയാലാണ് അവിടെ പോണതും. അവിടെ നല്ലൊരു സ്ഥലത്ത് റൂം എടുത്തു. റൂമും ചീപ്പാണ്, എന്നാൽ നല്ല ക്ലാസ് റൂമാണ് ഇത്. നല്ല റൂമായിരുന്നു അത്. അതിൻ്റെ ഒരു ഔട്ട്സൈഡ് ഏരിയയാണ് ഈ കാണുന്നത്. അവർ മനോഹരമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഇത് ബാങ്ക്പൂ എന്നൊരു സ്ഥലമാണ്. ഇവിടെ ഒരു റൂറൽ ഏരിയയാണ്, ഭയങ്കര വില്ലേജ് ഏരിയയാണ്. പക്ഷെ ഭയങ്കര
പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണ്. ഇങ്ങനെ സ്ഥലങ്ങൾക്ക് ശേഷം നാട്ടുമ്പുറമാണ്. അധികം കാശ് കൊടുക്കേണ്ടി വന്നിട്ട് ചീപ്പസ്റ്റ് ആണ്, പക്ഷേ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം, നല്ല ഹോട്ടലുമാണ്. ഇതൊരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് മാത്രമല്ല, ഇതിന് ഫേമസ് ആയിട്ടൊരു സ്ഥലം കൂടിയുണ്ട്. ഇവിടെ ഒരു ശരിക്കും 1937 തായ്ലൻഡ് മിലിറ്ററിക്ക് വേണ്ടിയിട്ട് സമ്മർ റിസോർട്ട് പണിതൊരു ഏരിയ കൂടിയാണ്. അത് ഒരു സീയിലേക്ക്, കടലിലേക്ക്, ഗൾഫ് ഓഫ് തായ്ലൻഡിലേക്ക് ഇറങ്ങി കിടക്കുന്ന ഒരു പാലമുണ്ട്, വലിയ പാലം. ആ ഒരു പാലത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ ബേഡ്സിനെ കാണാം. ബേഡ്സ് എന്ന് വെച്ചാൽ സീഗൾസാണ്. സീഗൾസ് മൈഗ്രേറ്ററി ബേഡ്സാണ്. അവർ നവംബർ ടു ഏപ്രിൽ വരെ ഇവിടെ എപ്പോഴും ഉണ്ടാവും പാലത്തിൽ. കാരണം ഈ പാലത്തിൽ കുറേ ആൾക്കാർ ഷ്രിംസിനെ വിൽക്കാൻ കൊടുക്കും. ഈ ഷ്രിംസ് നമ്മൾ കൊടുക്കുമ്പോൾ ഇത് വാങ്ങിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സീഗൾസ് വരും. അപ്പോൾ നമ്മുടെ തൊട്ടടുത്തേക്ക് ഇവർ പറന്നു പോകും. അവർക്ക് ഒന്നും വിഷയമല്ല, അവർക്ക് ഭക്ഷണം കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ അവർക്ക് ഭക്ഷണവും കിട്ടും, നമ്മളവർക്ക് ഭക്ഷണം കൊടുക്കണം. അങ്ങനെ ഒരു ഏരിയ, ശരിക്കും പ്രകൃതിയായിട്ട് അവിടെ അടുത്തേക്കുന്ന ഒരു ഏരിയ എന്ന രീതിയിൽ നമുക്കവിടെ പോയി കാണാവുന്നേ ഉള്ളൂ. ഇതവിടെ നമ്മൾ ഞാനവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഞാനവിടെ കണ്ടത് ഇത് മാത്രമല്ല, അവിടെ ചെറിയ ചെറിയ കടകളുണ്ട്. അവിടെയാണ് ഞാൻ തായ്ലൻഡിൽ ആദ്യമായിട്ട്, ഇത്രയും കാലം തായ്ലൻഡിൽ വന്നിട്ട് ഇപ്പോഴാണ് ഞാൻ ഈ പുഴുവിനെയും ഇൻസെക്ട്സിനെയും വണ്ടിനെയും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വിൽക്കണ കുറേ കടകൾ ഇവിടെ ഉണ്ട്. അത് ഞാൻ ആദ്യമായിട്ട് കാണണേ. അപ്പോൾ അത് ഞാൻ കണ്ടു. അപ്പോൾ മനസ്സിലുദ്ദേശിച്ചു എന്തായാലും ഇത് വാങ്ങിച്ച് കഴിക്കണം എന്നുള്ളത്. അപ്പോൾ വന്നപ്പോൾ സീകളിനെ കാണാൻ പറ്റി, കുറച്ച് ഇൻസെക്ട്സിന് തിന്നാനും പറ്റുമല്ലോ എന്നുള്ള സന്തോഷകരമായ ആ ഒരു മുഹൂർത്തം ആസ്വദിച്ചുകൊണ്ട് ഞാൻ നടക്കുകയാണ്. ഇതാണ് ഈ ഗൾഫ് ഓഫ് തായ്ലൻഡിലേക്ക് ഇറങ്ങി കിടക്കുന്ന ബാങ്ക്പൂ എന്ന് പറഞ്ഞൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ഉണ്ട്. ഇവിടെ തന്നെ ഒരു ചെറിയൊരു ഏരിയ ഉണ്ട് ഇവർക്ക്, കുറച്ച് വെജിറ്റേഷനൊക്കെ ഉണ്ട്. ഇവിടെ ഇത്ര മനോഹരം എന്ന് പറഞ്ഞില്ല, ഇവിടെ ശരിക്കും ഒരു പുഴയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ഏരിയയാണ്. പിന്നെ കുറേ മരങ്ങളും പിന്നെ ബേഡ്സൊക്കെ കാണാൻ പറ്റിയൊരു ഏരിയ എന്ന് പറയുന്നത്. എനിക്ക് ഇത് അതിമനോഹരം തന്നെയാണ്. നമുക്കിപ്പോൾ കാണാൻ ഇഷ്ടംപോലെ പക്ഷികൾ പറഞ്ഞ കാണാം. വേണമെങ്കിൽ ഒന്ന് പോയി അടുത്ത് പോയി നോക്കാം. ഇത് തായ്ലൻഡിലെ അറിയപ്പെടാത്തൊരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിവേ, അറിയപ്പെടുന്ന സ്ഥലത്തായാലും ഞാനവിടെ എത്തിപ്പെട്ടു. അതുകൊണ്ട് എനിക്കതൊരു ഭാഗ്യമായിട്ട് തോന്നുന്നത്. പുഴയാണോ എന്ന് തോന്നാൻ മാത്രം മധ്യഭ്രമം വന്നുപോയി എന്നുള്ളതാണ് സത്യം. ശരിക്കും പുഴയൊന്നുമല്ല, കാണുമ്പോൾ മനസ്സിലാവേണ്ടതായിരുന്നു. എനിക്കത് മനസ്സിലായില്ല. എനിവേ, നമുക്കിത് കാണാനൊരു ഭാഗ്യമുണ്ടായി എന്നുള്ളതാണ് സത്യം. ആ കാണുന്ന എല്ലാ സീഗൾസാണ്. എൻ്റെ പുണ്യപാദങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ്. ദൂരേക്ക് പോയി കഴിഞ്ഞാൽ ഈ നടപ്പാതെ തീരുന്നൊരു സ്ഥലമുണ്ട്. അവിടെ സ്റ്റെപ്പ് മാത്രമാണ്. ആ സ്റ്റെപ്പിൽ ഇറങ്ങി പോയി കഴിഞ്ഞാൽ കടലിലേക്ക് തന്നെ ഇറങ്ങി പോരാം. പക്ഷേ ഇവിടുത്തെ ഡിസിപ്ലിൻഡായിട്ടുള്ള ജനതയുള്ള കാരണം അവരങ്ങനെ ചെയ്യില്ല എന്ന് ഇവർക്ക് ഉറപ്പുള്ള കാരണം അവരിപ്പോൾ അത് കിറ്റി വെച്ചിട്ടൊന്നുമില്ല. സേഫ്റ്റി പ്രിക്കോഷൻ ഞാൻ കണ്ടില്ല. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞു ഇവിടെ പ്രത്യേകത മൈഗ്രേറ്ററി ബേഡ്സ് ആയ സീഗൾസ് ആണെന്നാണ്. ഈ സീകൾ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും നോക്കാനില്ല. അത് കടൽ കാക്ക തന്നെയാണ്. കടലിലെ കാക്കകൾ നമ്മുടെ നാട്ടിലുണ്ടോയെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ ഉണ്ടായിരിക്കാം. ഇത് വെളുത്തൊരു കാക്കകളാണ്. കടൽ കാക്കകളൊക്കെ ഉണ്ട്, പക്ഷേ വെളുത്തൊരു കാക്കകളാണ്. അപ്പോൾ ഇവരവിടെ ഫുഡ് തേടി വരുന്നു ഈ നവംബർ ടു ഏപ്രിൽ മാസങ്ങളിൽ. അപ്പോൾ അവിടെ ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നു, ആളുകൾ വരുന്നു, അവർക്ക് ഇൻകം കൂടുന്നു. അപ്പോൾ കുറേ ആളുകളെ രക്ഷിക്കുന്നത് ഈ കടൽക്കാക്കകളാണെന്ന് വേണമെങ്കിൽ വേറെ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാലം പോലും പണിത് വെച്ചേക്കുന്നത്. അവരെ കാണാൻ വേണ്ടി മാത്രമാണ് ഇത്ര ആളുകൾ വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാം കപ്പിൾസാണ് അധികം പേരും. ഇങ്ങനെ ഒരു ഏരിയ ഞാൻ ഇംഗ്ലീഷ് സിനിമകൾ കണ്ടിട്ടുണ്ട്, ഇതേപോലുള്ള ഒരു സ്വാമ്പ് ഏരിയകളൊക്കെ. അതിപ്പോൾ തായ്ലൻഡിലുണ്ട്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടാക്കി വയ്ക്കുന്നവനെ ഞാൻ സമ്മതിച്ചു. കാരണം ആ ഒരു തോട്ട് പ്രോസസ്സ് സമ്മതിച്ചേ പറ്റൂ. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മൾ ഇൻഫിനിറ്റിയിലേക്ക് ഇറങ്ങി പോകുന്ന ഒരു സ്റ്റെപ്പ്. ആൻഡ് വിത്തൗട്ട് എനി ബാരിയർ, വിത്തൗട്ട് എനി സേഫ്റ്റി പ്രിക്കോഷൻ അതിങ്ങനെ തുറന്നിരിക്കുകയാണ്. എൻ്റെ പുണ്യപാദങ്ങൾ വെച്ചൊന്ന് ഇറങ്ങാൻ പറ്റുമോ ഞാൻ നോക്കി, ഒരു ശ്രമം നടത്തി. അതാണിപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേണ്ടാന്ന് വെച്ചു. ഇതൊരു പുഴയല്ല എന്നെനിക്കിപ്പോൾ അടുത്ത കാലത്ത് തന്നെ മനസ്സിലായത്. കാരണം ഇതിപ്പോൾ കടലായിട്ട് തന്നെ മനസ്സിലായത്. ഇത് കടൽ തന്നെയാണ്. ഈ കടൽ കയറി വന്നായിരിക്കാം. ഇവിടെ മരങ്ങളൊക്കെ സ്ഥലത്തേക്ക് കടൽ കയറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് വേലിയേറ്റത്തിൻ്റെ സമയത്ത് കയറി വന്നാണെന്ന് അറിയില്ല. എനിവേ, അതൊരു ടൂറിസ്റ്റ് സ്പോട്ടാക്കി മാറ്റിയേക്കാണ് ഇവർ. ഇത് ശരിക്കും ബാങ്ക്പൂ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ആണ്. ഇവിടെ എല്ലാത്തിനും കെമിക്കൽസും പലതരം ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട്. സ്റ്റോറേജ് ടാങ്കും അങ്ങനെ കുറേ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ഏരിയ പോലും ഇങ്ങനെ വന്നപ്പോൾ ഇവരത് അങ്ങനെ കൺവേർട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇത് കാണാൻ തന്നെ കുറേ ആൾക്കാരോട് എത്തുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പാലങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ കണ്ടില്ല, ഒരു പാലത്തിൻ്റെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും. നമ്മുടെ നാട്ടിലാണ് ഇതൊക്കെ വേലിയായിട്ട് തിരിച്ചു വെച്ചേനെ. പക്ഷേ ഇവിടെ ഇപ്പോൾ അവർക്കറിയാം സാമാന്യ ബുദ്ധിയിൽ ഞങ്ങൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇറങ്ങില്ല എന്നൊരു ബോധം ജനങ്ങൾക്കും പിന്നെ ഭരണാധികാരിക്കും ഉള്ള കാരണം അവരുടെ വേലിയെട്ടിൽ ഇറങ്ങുമൊന്നുമില്ല. കുറച്ചും ഡിസിപ്ലിനാണ് നമ്മുടെ ഇവിടുത്തെ ഈ തായ്ലൻഡ് ആൾക്കാർ, ഈവൻ ഇന്ത്യൻസിനേക്കാളും. അത് പറഞ്ഞേ പറ്റൂ. അതുപോലെ ഇവിടെ ആവശ്യമില്ലാണ്ടൊരു എന്തെങ്കിലും വേസ്റ്റ് അങ്ങോട്ട് വലിച്ചെറിയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം നമ്മൾ ക്യൂ നിൽക്കണ പോലും നമ്മൾ ട്രെയിനിൽ പോകുകയാണെങ്കിൽ തന്നെ അവരൊരു ലൈൻ വെച്ചിട്ടാണ് എല്ലാവരും നിൽക്കണത്, ആരും പറയാണ്ട് തന്നെ. ഈവൻ ലിഫ്റ്റിൽ കയറണമെങ്കിൽ പോലും ക്യൂ നിന്നിട്ടാണ് അവർ ലിഫ്റ്റിൽ കയറുന്നത് തന്നെ. നമ്മുടെ എല്ലാവരും ഒരുമിച്ചല്ല വരുന്നത്. അതാ ഒരു വ്യത്യാസം എല്ലായിടത്തും കാണാനുണ്ട്. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വച്ചിരിക്കുന്നത്. എനിവേ,
തായ്ലൻഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാകുന്നുണ്ട്. കാരണം ഇങ്ങനെയുള്ള ഇൻഡസ്ട്രിയൽ ഏരിയയിൽ പോലും അവരൊരു ടൂറിസം സ്പോട്ട് കണ്ടെത്തിയിട്ട് അങ്ങോട്ടേക്ക് ആൾക്കാരെ ആകർഷിക്കുന്നു പറയുമ്പോൾ അതൊരു വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെന്തായാലും കാണാനൊന്നും പഠിക്കാനൊന്നും പോകണില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഒരു ഫോട്ടോ അല്ല ഒരു വീഡിയോ എടുത്ത് കാണിച്ചു എന്ന് മാത്രം. ഇനി നമുക്ക് കടൽക്കാക്കകളെ കാണാൻ പോകാം, സീഗൾസിനെ കാണാൻ നമുക്ക് പോകാം. ആണ്ടെ ആ കാണുന്നതാണ് സീഗൾസ്. കടൽക്കാക്കകളുടെ ഒരു പേമാരിയാണ് ശരിക്കും. ആ ഒരു ഏരിയയിൽ അവർക്ക് ഫുഡ് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് അവർ ഫുഡ് കിട്ടാൻ വേണ്ടി മാത്രം വട്ടം ചുറ്റി പറക്കുകയാണ്. നമ്മളൊക്കെ നടന്നു പോകുമ്പോൾ നമ്മുടെ മേത്ത് വരുമോ എന്നൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം കൺമുമ്പിൽ കിടക്കെ പോകും, കൺമുമ്പിൽ തൊട്ടടുത്തൊക്കെ പോകും. പക്ഷേ ഒരാളെ പോലും തൊട്ടിട്ടില്ല എന്നാണ്. അങ്ങനെ പോകുമ്പോഴും അവർ മനുഷ്യൻ്റെ മേത്ത് പോലും തൊടുകയോ ഒന്നും ചെയ്യാനുള്ള, അവരെ ഫുഡ് മാത്രം എടുത്തിട്ട് പോകുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ നിർത്തിയാണ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇവരെവിടെ നിന്നാണ് വന്നതെന്ന് പറയാൻ പറ്റില്ല. ഇവർ മൈഗ്രറ്ററി ബേഡ്സ് ആണ്. ഇവർ രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ആൾക്കാരാണ്. ഇവർക്ക് വിമാനം വേണ്ട, സ്വന്തം ചിറക് ഉപയോഗിച്ച് പറക്കുന്ന ആളുകളാണ്. നിസ്സാരക്കാരല്ല അവരാരും. ഇനി അങ്ങോട്ട് നമ്മുടെ മേത്ത് കൊണ്ട പോലെയാണ് ഇവർ പോവുക. അപ്പോൾ ഇവർക്ക് കൊടുക്കാൻ വേണ്ടി തന്നെ ഭക്ഷണം അവിടെ കൊടുക്കണം. നമ്മളിപ്പോൾ ഒരു ഷോപ്പ് കണ്ടല്ലോ, അവിടെ നിന്ന് വാങ്ങിച്ച് ഷ്രിംസാണ് അവിടെ കൊടുക്കണേ. ആ സാധനം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ കാശ് കൊടുത്ത് നമ്മൾ വാങ്ങിച്ചിട്ട് ഇവർക്ക് ഭക്ഷണം കൊടുക്കുക. അത് അവർ ഫ്രീ ആയിട്ട് വന്ന് കഴിച്ചിട്ട് അവരവരെ പാട്ടിന് പോകും. അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണേ. എനിക്കിത് കടൽക്കാക്കയാണെന്ന് കുറച്ച് വൈകിയേ മനസ്സിലായത്. കാരണം ട്യൂബ് ലൈറ്റ് ആയാലും പയ്യെ കത്തുള്ളൂ, പെട്ടെന്ന് കത്താൻ സാധ്യത കുറവായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇവരിങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കുറച്ച് പേര് ഭക്ഷണം കഴിച്ചവിടെ പോയി വിശ്രമിക്കും, പിന്നെയും വരും, പിന്നെയും കഴിക്കും. ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി കുറേ കോലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, അപ്പുറത്തും ഇപ്പുറത്തും വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊരു വലിയൊരു പ്രതിമ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ പ്രതിമയുടെ അടുത്ത് നിന്ന് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്. ദിസ് ഇസ് സീഗൾ, കടൽക്കാക്ക. പിന്നെ സൺസെറ്റും ഇവിടെ ഒന്ന് ആസ്വദിക്കാം. ഇവിടെ ഒരു ബിയർ പാർലറുണ്ട്, ബിയറും കുടിക്കാം. ചെറിയൊരു സോവനർ ഷോപ്പുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ എനിക്കൊന്ന് കയറി പോകാൻ തോന്നുന്നു. നമുക്കൊന്ന് കയറി കാണാം സോവനർ ഷോപ്പും. പിന്നെ ഒരു വലിയൊരു ഹോളുണ്ട് ഇവിടെ, ഒരു തിയേറ്റർ, അതായത് ഒരു സ്റ്റേജൊക്കെ ഉള്ളൊരു ഹോളാണ്. അവരതിപ്പോൾ ഒരു ഫുഡ് സ്റ്റോളാക്കി മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. സോവനർ ഷോപ്പും പിന്നെ ഒരു ഫുഡ് കോർട്ടൊക്കെ ആക്കി മാറ്റിയേക്കാണ്. ഇതിൻ്റെ ഉള്ളിലും കയറി ഫുഡും കഴിക്കാം, പുറത്ത് ബിയറും അടിക്കാം. ബിയറിൻ്റെ വില എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വിലയാണ്, 350 ബാത്തൊക്കെയാണ്. അപ്പോൾ ഞാൻ വെറുതെ വില നോക്കിയിട്ട് പോകുന്നതേ ഉള്ളൂ. ഇതാണ് ആ വലിയ ഹോള്, സ്റ്റേജ്. ഇവിടെ ഇരിക്കുന്ന ഡ്രാമ സ്റ്റേജൊക്കെയാണെന്ന് തോന്നുന്നു. പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഞാൻ ആ ഫേവറേറ്റ് ഐറ്റം കാണുന്നത്. ഈ കടയിലാണ് പുഴുവിനെയും വണ്ടിനെയൊക്കെ വിൽക്കുന്നത്. ഈ കാണുന്നതെല്ലാം പുഴുവിനെയൊക്കെ വറുത്ത് വെച്ചതിനാണ്. ആഹാ, എന്ത് രസം. കുറേ നേരത്തെ ആഗ്രഹമായിരുന്നു ഈ തായ്ലൻഡെത്തിയിട്ട് കുറച്ച് പുഴുവിനെയും കുറച്ച് നമ്മുടെ വണ്ടിനെയും മറ്റേ അങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ തരുന്നത്. എന്തായാലും ഇപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിരിക്കുകയാണ്. ഒന്ന് കഴിച്ചു നോക്കിയാലും ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞാൻ കഴിക്കാൻ പോകുന്ന പുഴുവും വണ്ടും ഒക്കെ. അപ്പോൾ അതിനൊരു 10 ബാത്ത് അവർ ചാർജ് ചെയ്തിട്ടുണ്ട്. കാരണം ഓരോ സ്ഥലത്തുനിന്നും ഓരോ പുഴുക്കളെയും ഓരോ വെറൈറ്റി പുഴുക്കളെയും വണ്ടിയുടെ എടുത്തിട്ടുണ്ട്. എനിക്കും എല്ലാവരും ഒരുമിച്ചാണ് കൊടുക്കാറ്. ഞാൻ പറഞ്ഞ ഓരോന്നൊരുന്ന് പോയെന്ന് പറയും, ഒക്കെ എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ എനിക്ക് വേണ്ടി വറുത്തുകൊണ്ടിരിക്കുകയാണത്. സാറിന് ഇത്രയും കുറച്ച് പുഴുക്കൾ മാത്രം കഴിക്കുന്നത് മനുഷ്യൻ ആദ്യമാണ് കാണുന്നത്. ആദ്യമായിട്ട് പുഴുവിന് തിന്നാൻ പോകണം. ഇതിൻ്റെ സംഭവമൊന്നുമല്ല, കുറേ പേര് തിന്നിട്ടുണ്ടാവും. നമ്മളുടെ ആ ഫസ്റ്റ് ആയ കാരണം മാത്രം നമ്മളവരുടെ അടുത്ത് കഴിക്കാൻ വിചാരിക്കുകയാണ്. കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഇപ്പോൾ ഒരു ബലൂൺ വലിപ്പുണ്ട്. അപ്പോൾ ഇത് എഡിബിൾ പുഴുവാണ് ശരിക്കും, അല്ലാണ്ട് അവർ കഴിക്കില്ല. എല്ലാ പുഴുവല്ല. കുഴപ്പമില്ല, ശരിക്കും പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല. നമ്മളിപ്പം ലേസ് കഴിക്കണ പോലെയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് ഏതാണ്ട് പാറ്റൊരു സാധനം കാണില്ല, സാധനമാണ്. ഇതും സെയിം ലേസ് കഴിക്കുന്ന അതേ രുചി തന്നെയാണ്. ഇതേതൊരു വണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തിനാണ് പ്രത്യേകിച്ചൊരു പ്രശ്നമില്ല. ഇത് ക്രിക്കറ്റ് എന്ന സാധനം എന്നാണ്, നമ്മൾ ക്രിക്കറ്റ്. നോ ഇഷ്യൂ. ഇത് വറുത്ത് കഴിഞ്ഞാൽ എല്ലാവരും പോലെ ഇത് ഏതൊരു ഗുരുവാണ്. ഇതോ നമ്മുടെ കുളിച്ചാടിയോ ഏതൊക്കെ സാധനമാണ്. ഇത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഇതിപ്പോൾ ഇതൊക്കെ നമുക്കിങ്ങനെ കഴിക്കാമെന്നുള്ള എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഓക്കെ, ലാസ്റ്റ് സാധനം
ആക്ച്വലി പറഞ്ഞാൽ പേടിക്കാനൊന്നുമില്ല. ഞാൻ പഠിച്ച ശരിയാണെങ്കിൽ പണ്ട് മനുഷ്യർ ഇതെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ എല്ലാം വറുത്ത് തന്നെ കഴിച്ചിട്ടുണ്ട്. വറുക്കാണ്ട് തന്നെ പച്ച കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊന്നൊരു വലിയ സംഭവമായിട്ടൊന്നും നമുക്ക് കാണുമ്പോൾ തോന്നുന്നുള്ളൂ. നമ്മൾ കഴിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഇതൊന്നൊരു വിഷയമുള്ള കാര്യമല്ല. നമ്മൾ ജനിച്ചപ്പോൾ ചൈനയിലാണെങ്കിൽ നമ്മളിതെല്ലാം കഴിച്ചേനെ. ചൈനയില്ലാത്ത കാരണമാണ്. പക്ഷെ നമ്മളിതൊന്ന് കുറച്ച് മാറാൻ നമ്മൾ ശ്രമിക്കണം. നമ്മളെല്ലാം അയ്യേ എന്ന് പറയുന്നതിന് പകരം ഇതൊക്കെ നമുക്ക് കഴിച്ചതിന് സംഭവിക്കുന്നതാണ്. ഒന്നും സംഭവിക്കില്ല. കാരണം അവർ മനുഷ്യരാണ്, നമ്മൾ മനുഷ്യരാണ്. അവർ കഴിക്കുന്നതെല്ലാം നമ്മൾ കഴിക്കണമെന്നൊന്നുമില്ല. പക്ഷെ കഴിച്ചത് നമ്മൾ മരിച്ചെന്ന് പോകാൻ പാടില്ല. അപ്പോൾ അത് തെളിയിക്കാൻ വേണ്ടി ഞാൻ കഴിച്ചത് മാത്രം.